പ്രബുദ്ധരായ മലയാളി സമൂഹത്തോട്, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് സ്നേഹാദരവുകളോട് ചോദിക്കട്ടെ. കേരളത്തെ പഠിച്ചാൽ, ഭാരതത്തെ നോക്കിയാൽ, ലോകത്തെ നോക്കിയാൽ അല്പമെങ്കിലും ലോകപരിചയമുള്ള, അല്പമെങ്കിലും ലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മാനുഷിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ചോദിക്കട്ടെ, ഈ രണ്ട് സംവിധാനങ്ങളോടല്ലേ കാലങ്ങളായി, കൊല്ലങ്ങളായി, വർഷങ്ങളായി പൈശാചിക ലോകത്തിന് എതിർപ്പുള്ളത്? സഭകൾ തമ്മിലുണ്ടാകുന്ന ഭിന്നതകൾ, തമ്മിലടികൾ, അനൈക്യതകൾ, വഴക്കുകൾ ശരിക്കും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകേണ്ട, മനുഷ്യർക്കും പോലീസുകാർക്കും നാട്ടുകാർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ട, സഭയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പോലീസ് അധികാരികൾ പോലും രംഗത്തിറങ്ങത്തക്ക നിലകളിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് പിറകിൽ അച്ഛനോ തിരുമേനിയോ പാസ്റ്ററോ അല്ല, പാതാള ഗോപുരത്തിന്റെ ശക്തികളാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഈ രണ്ട് സംവിധാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായ, അതിനെ ചേർത്ത് പിടിക്കേണ്ടതായ ഒരു ദൗത്യം, ഒരു ഉത്തരവാദിത്വം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട ദൈവമക്കൾക്കുണ്ട് എന്ന സത്യത്തെ മറന്നുപോകരുത്. നിങ്ങൾ പോലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അധരത്തിൽ നിന്നും, നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ നാക്കുകൊണ്ട് കുറ്റം പറയാൻ, സഭയ്ക്കെതിരായി സംസാരിക്കാൻ, അഭിഷിക്തന്മാർക്കെതിരായി സംസാരിക്കാൻ, ദൈവസഭയുടെ സംവിധാനങ്ങൾക്ക് എതിരായി സംസാരിക്കാൻ നിന്റെ അധരത്തെ പോലും പിശാച് കയ്യിലെടുക്കുന്നെങ്കിൽ പുറത്തുള്ളവൻ എത്രയധികമെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. പ്രധാനമായി കാണേണ്ടതിനെ ഇമ്പോർട്ടന്റായി കാണേണ്ടതിനെ ഇമ്പോർട്ടന്റായി കാണുവാനും, നിസ്സാരമായി കാണേണ്ടതിനെ നിസ്സാരമായി കാണുവാനും, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാനും, തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനും ഒരു ദൈവവൈതലിന് കഴിഞ്ഞാൽ അവന്റെ ആത്മീക ജീവിതം അവിടെ വിജയിക്കുകയാണ്. എന്റെ ചങ്കാണേ എന്ന് നമ്മൾ ഇന്ന് പാടി. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ